തൃശൂർ അഴീക്കോട് മുനയ്ക്കൽ മുസിരിസ് ബീച്ചിൽ ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞു. ഒരു മാസത്തിനിടെ രണ്ടാം വട്ടമാണ് ഡോൾഫിന്റെ ജഡം ഇവിടെ കരയ്ക്കടിയുന്നത്. ഈയിടെയായുണ്ടായ കപ്പൽ അപകടങ്ങളാണ് ഡോൾഫിനുകളുടെ ജീവൻ എടുക്കുന്നതെന്ന് ആക്ഷേപവുമുണ്ട്. ഡോൾഫിൻ മരണപ്പെട്ട് കരയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഒരു കുഞ്ഞടക്കമാണ്. അത് നമുക്ക് കണ്ടാൽ വിഷമം തോന്നുന്നൊരു സ്ഥിതിയിലുള്ളൊരു കാഴ്ചയാണ്. കാരണം ഒരു 10-20 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു ഡോൾഫിൻ അന്ന് ഇങ്ങനെ മരിച്ച് ഇത് കരക്കടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ സംസ്കരിച്ചു, പോസ്റ്റ്മോർട്ടമൊക്കെ അത് സംസ്കരിച്ചു. ഇന്നും ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഡോൾഫിൻ മരണപ്പെടാനുള്ള കാരണം? അത് എന്നെ പറ്റി ഒരു അന്വേഷണം നടത്തേണ്ട സ്ഥിതിയിലേക്കാണ് വരുന്നത്. കാരണം എന്താണ് ഇതിൻ്റെ മരണാവസ്ഥയ്ക്ക് കാരണമെന്ന് സർക്കാരും അതായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പരിശോധിച്ച് നിൽക്കണം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത് നമ്മൾ ജനമധ്യത്തിലേക്ക് എത്തിക്കുന്നത് തന്നെ. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേർന്നത്. ലെവിൻ, വളരെ ആശങ്ക പടർത്തുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ രണ്ടാമതാണ് തൃശ്ശൂരിൽ, അതുപോലെ തന്നെ മറ്റ് തീരങ്ങളിൽ, ആലപ്പുഴ അടക്കമുള്ള തീരങ്ങളിലും ഡോൾഫിനുകളുടെ ജഡം അടിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു അന്വേഷണം വേണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് അഴീക്കോട് മുനയ്ക്കൽ മുസിരിസ് ബീച്ചിൽ ഡോൾഫിന്റെ ജഡം അടയുന്നത്. 1.5 വയസ്സ് ഒരു 1.5 മാസത്തിലധികം മൃതദേഹവും കൂടി ഇതിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഇന്ന് ജോലിക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഡോൾഫിന്റെ മൃതദേഹം കാണുന്നത്. ഈ പൂർണ്ണ വളർച്ചയെത്താത്ത നിലയിലുള്ള കുഞ്ഞും ഈ ജഡത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഈ സംഭവം ചൂണ്ടിക്കാട്ടി ആളുകൾ ഉദ്യോഗസ്ഥരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു. ചാലക്കുടി കൊന്നക്കുഴി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ ഡോൾഫിന്റെ മൃതദേഹം കണ്ട സ്ഥലങ്ങളിൽ എത്തി പരിശോധന നടത്തേണ്ടത്. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഡോൾഫിനുകൾ ചത്തുപൊങ്ങുന്നതിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തണമെന്നുമാണ് മത്സ്യത്തൊഴിലാളി നേതാക്കൾ. ശരി ലെവിൻ, തൃശൂർ അഴീക്കോടാണ് മുനയ്ക്കൽ മുസിരിസ് ബീച്ചിൽ ഡോൾഫിന്റെ ജഡം കരയ്ക്കടിഞ്ഞിരിക്കുന്നത്.